സംസ്ഥാന സർക്കാർ നടത്തുന്ന തദ്ദേശ അദാലത്ത് കാസർഗോഡ് ജില്ലയിൽ സെപ്റ്റംബർ 3 നടക്കും. മുഴുവൻ ആളുകളും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാതല അധികാരികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ജില്ലാതലങ്ങളിൽ പ്രത്യേകമായി തദ്ദേശ അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാതല അദാലത്താണ് സെപ്റ്റംബർ 3 നടക്കുന്നത്. വകുപ്പുമായി ബന്ധപ്പെട്ട 12 ഇനം പരാതികൾ അദാലത്തിൽ പരിഗണിക്കുമെന്നും മുഴുവൻ ആളുകളും ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്നും ബുധനാഴ്ച രാവിലെ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം മന്ത്രിസഭ മുഴുവനായി പൊതുജനങ്ങളുടെ പരാതികൾ കേൾക്കാനും പരിഹരിക്കാനുമായി നടത്തിയ ജനകീയ സദസ്സിനു ശേഷം ജില്ലയിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന വലിയൊരു അവസരമാണിത്. പഞ്ചായത്ത് തല ഗ്രാമസഭകളിൽ അദാലത്ത് സംബന്ധിച്ച വിവരങ്ങൾ നൽകി വരികയാണ്. പൊതുജനങ്ങൾക്ക് adathat.lsgkerala.government.in എന്ന വെബ് പോർട്ടലിൽ പരാതികൾ സമർപ്പിക്കാമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. 10-11ഓളം മേഖലയിൽപ്പെട്ട പരാതികൾ, അതായത് ബിൽഡിംഗ് പെർമിറ്റ് കംപ്ലീഷൻ, ക്രമവൽക്കരണം, വ്യാപാര വാണിജ്യ വ്യവസായ സേവന ലൈസൻസുകൾ, സിവിൽ രജിസ്ട്രേഷൻ, നികുതികൾ, ഗുണഭോക്തൃ പദ്ധതികൾ, പദ്ധതി നിർവഹണം, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, മാലിന്യ സംസ്കരണം, പൊതു സൗകര്യങ്ങളും പൊതു സുരക്ഷയും, ആസ്തി മാനേജ്മെൻറ്റ്, സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളൊക്കെ തന്നെ കാര്യക്ഷമമാക്കൽ തുടങ്ങി ഈ 11ഓളം മേഖലകളിൽപ്പെട്ട പരാതികളാണ് ഇവിടെ സ്വീകരിക്കുകയും അത് തീർപ്പാക്കുകയും ചെയ്യുന്നത്. ഇതുവരെയായി ലഭിച്ച പരാതികളിൽ ബിൽഡിംഗ് പെർമിറ്റ്, സിവിൽ രജിസ്ട്രേഷൻ, ഗുണഭോക്തൃ പദ്ധതികൾ തുടങ്ങിയ വിഷയങ്ങളുമായി സംബന്ധിച്ചവയാണ് കൂടുതലും. വിവിധ മേഖലകളിൽ കേരളം മുന്നിട്ട് നിൽക്കുന്നതിന്റെ പ്രധാന കാരണം തദ്ദേശ സ്ഥാപനങ്ങളുടെ കെട്ടുറപ്പാണെന്നും തദ്ദേശ സ്ഥാപനങ്ങളെ കൂടുതൽ ജനങ്ങളുമായി അടുപ്പിക്കുന്ന തദ്ദേശ അദാലത്ത് മികച്ച വിജയമാക്കി തീർക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് പറഞ്ഞു. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷം നമ്മുടെ ജില്ലയിലെ നവകേരള സദസ് ഭാഗമായി ഒരു പരാതി പരിഹാരം അദാലത്ത് നമ്മൾ നടക്കുന്നു. അതിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ ഓൾമോസ്റ്റ് 15,000 പരാതികൾ നമുക്ക് ലഭിച്ചിരുന്നു. ആൻഡ് മാക്സിമം ആയിട്ട് വി ഹാഡ് ഡിസ്പോസ്ഡ്. ഇതുവരെ വെബ് പോർട്ടൽ മുഖേന 127 പരാതികളാണ് ജില്ലയിൽ ലഭിച്ചതെന്നും വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ തീർപ്പാകാതെ കിടക്കുന്ന പരാതികളും അദാലത്തിലേക്ക് പരിഗണിക്കുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജെയ്സൺ മാത്യുവും അറിയിച്ചു. ആഗസ്റ്റ് 29 വരെ വെബ് പോർട്ടലിൽ പരാതികൾ നൽകാം. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ പരാതികൾ ഉപജില്ലാ അദാലത്ത് സമിതികൾ പരിശോധിച്ച് റിപ്പോർട്ട് ജില്ലാതല അദാലത്തിലേക്ക് നൽകും. അദാലത്ത് ദിവസമായ സെപ്റ്റംബർ 3 രാവിലെ 8:30 മുതൽ രജിസ്ട്രേഷൻ കൗണ്ടറുകൾ പ്രവർത്തിക്കും. പുതിയ പരാതികളും പരിഗണിക്കുന്ന അദാലത്തിൽ ഇടപെടൽ ആവശ്യമുള്ള വിഷയങ്ങളിൽ മന്ത്രി നേരിട്ട് നടപടികൾ നിർദ്ദേശിക്കും. വെബ് പോർട്ടലുകളിൽ നൽകിയ പരാതികളുടെ സ്ഥിതിഗതികൾ പരാതിക്കാരന് ഓൺലൈനായി പരിശോധിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനും സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദിനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജെയ്സൺ മാത്യുവിനും പുറമെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M. മധുസൂദനൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ KV ഹരിദാസ്, അസിസ്റ്റന്റ് ഡയറക്ടർ BN സുരേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.